ആ കയ്യിന്റെ നഖത്തിന്റെ ആ പഴുപ്പിന് ഗുലുഗുലുമരിജാതി എന്ന് പറഞ്ഞൊരു തൈലുണ്ട്, ഒരു ഓയില്. അത് ഔഷധി എന്ന കമ്പനീന്റെ ഏറ്റവും നല്ല ആക്ഷൻ കാണുന്നുണ്ട്. അതൊരു 50 മില്ലി വാങ്ങിയാൽ മതി. അത് എന്നിട്ട് 2-3 ഡ്രോപ്പ് ദിവസം 2-3 നേരം ആ ഭാഗത്തേക്ക് ഒറ്റിച്ചു കൊടുക്കുക. അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അത് അവരോട് ലൂസ് അളന്ന് തരികയാണെങ്കിൽ ആ കുപ്പീന്റെ അടിയിൽ ഇങ്ങനെ ഒരു മരുന്ന് ഊറി നിൽക്കും. അത് നല്ലോണം ഇളക്കി 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 എടുത്ത് നല്ലോണം കുലുക്കിയിട്ട് അത് ഫുള്ള് ആയിട്ട് ഇളകിയിട്ട് അത് എടുത്തു തരാം, അങ്ങനെ എടുത്തു തരാൻ പറയണം. അതേമാതിരി നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ കുപ്പീത്തെ ഫുള്ള് ഇളക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം, നല്ലോണം ഇളകിയതിന് ശേഷം വേണം അത് ഒറ്റിക്കാൻ. അതിന്റെ അടിയിൽ ഇങ്ങനെ അതിന്റെ മരുന്ന് ഊറി നിൽക്കും. ആ ഊറി നിൽക്കുന്ന മരുന്ന് മാത്രം അടിയിൽ ഊറി നിന്നിട്ട് വെറും തെളി ഒറ്റിച്ചിട്ട് കാര്യമല്ല. നമ്മൾ ലൂസ് പൊട്ടിച്ച് വാങ്ങുകയാണെങ്കിൽ കടയിൽ നിന്ന് ഇളക്കി വാങ്ങിക്കുക. നമ്മൾ ഉപയോഗിക്കുമ്പോഴും നല്ലോണം ഇളക്കിയിട്ട് ഉപയോഗിക്കുക. അതൊരു 50 മില്ലിയോ 100 മില്ലിയോ കുറച്ചു കാലം തുടർച്ചയായിട്ട് അവിടെ ഒറ്റിച്ചാൽ ആ പഴുപ്പ് മാറിക്കിട്ടും. നല്ല പുതിയ നഖം വരും. ഈ നഖം മെല്ലെ മെല്ലതായിട്ട് പോവുക, അല്ലെങ്കിൽ ആ നഖം തന്നെ ശരിയായിട്ട് അടിയിൽ നിന്ന് ഇനി വരുന്നത് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള നഖമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പലർക്കും ഈ മരുന്ന് കൊടുത്തിട്ട് നല്ല ആക്ഷൻ കണ്ടിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ കമ്പനിയാണ് ഔഷധി. ഔഷധിന്റെ നല്ല ഗുണം കാണുന്നുണ്ട്. കോട്ടക്കൽ അരശാലയ്ക്കും ഉണ്ട് അത്. ഔഷധിന്റെ കിട്ടുകയാണെങ്കിൽ ഔഷധി വാങ്ങിക്കുക, അല്ലെങ്കിൽ കോട്ടക്കൽ അരശാല വേറെ ഏതെങ്കിലും കമ്പനികൾ വാങ്ങിക്കുക. പേര് ഗുൽഗുലു മരിജാതി. ഞാൻ എന്തെങ്കിലും റിട്ടേൺ ആയിട്ടൊന്ന് എഴുതി വിടാം.